ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമസ്കാരം. ഞാൻ ഈ വീഡിയോയിൽ കമൻറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് എനിക്ക് 2-3 കാര്യം പറയാനുണ്ട്. നിങ്ങളാണെങ്കിൽ ഈ വീഡിയോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ കമൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. കമൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രോഗ്രാമിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നതെന്നും ഈ പ്രോഗ്രാമിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും നമ്മൾ ഈ പ്രോഗ്രാമിൽ തന്നെ എഴുതിയിടും. അപ്പോൾ അതിനെയാണ് കമൻറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മൾ എഴുതുന്ന ഈ കമൻറ്റ് നമ്മുടെ കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ ഇത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അതേപോലെ തന്നെ ഇട്ടേക്കത്തുള്ളൂ. നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും വന്ന് തിരിച്ച് നോക്കുമ്പോൾ ഇതെന്തിനാണ് എഴുതിയെന്നും ഓരോ ഇൻസ്ട്രക്ഷൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും നമുക്കറിയാൻ പറ്റും. നമുക്ക് 2 രീതിയിൽ കമൻറ്റ് എഴുതാൻ പറ്റും. ഒന്ന് മൾട്ടി ലൈൻ കമൻറ്റും പിന്നെ മറ്റേത് സിംഗിൾ ലൈൻ കമൻറ്റും. മൾട്ടി ലൈൻ കമൻറ്റിനകത്ത് നമ്മൾ /സ്റ്റാറിൽ തുടങ്ങുക, എന്നിട്ട് നമ്മുടെ കമൻറ്റ് എന്തെന്ന് വെച്ചാൽ അത് എഴുതുക. എത്ര ലൈൻ വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ആകാൻ പറ്റും. പക്ഷേ കമൻറ്റ് എഴുതി കഴിയുമ്പോൾ *# വെച്ച് ക്ലോസ് ചെയ്യണം. സിംഗിൾ ലൈൻ കമൻറ്റ് ആണെങ്കിൽ ഒറ്റ ലൈനേ ഉള്ളെങ്കിൽ നമ്മുടെ കമൻറ്റെങ്കിൽ // അടിച്ചിട്ട് നമ്മുടെ കമൻറ്റ് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ കമൻറ്റ് എഴുതുന്ന വെച്ചാൽ നമ്മൾ പ്രോഗ്രാം എന്തോ ചെയ്യുന്നതെന്നും നമ്മൾ എന്തോ ചെയ്യുന്നതെന്നും ആ പ്രോഗ്രാം എന്തിനാണെന്നും നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ അറിയാൻ വേണ്ടിയാണ് ഈ കമൻറ്റ് ഇങ്ങനെ എഴുതുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണൊക്കെ നമ്മൾ ഭാവിയിൽ എപ്പോഴെങ്കിലും നോക്കുമ്പോൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് കമൻറ്റ് എഴുതുന്നത്. അപ്പോൾ ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററൊന്നും ഈ കമൻറ്റ്സ് ഒന്നും എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അത് അതേപോലെ അങ്ങ് ഇട്ടേക്കത്തേ ഉള്ളൂ. അടുത്തത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറഞ്ഞിരുന്നു. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോഴും നമ്മൾ ഓരോ സെമിക്കോളൻ ഇടണം. ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞു എന്ന് കാണിക്കാനാണ് ഈ സെമിക്കോളൻ ഇടുന്നത്. അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷൻ കഴിയുമ്പോഴും സെമിക്കോളൻ ഇടണം. അടുത്തതാണ് വേരിയബിൾസ്. വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ഡേറ്റയോ ഇൻഫർമേഷനോ സ്റ്റോർ ചെയ്യാനോ അത് മാനിപ്പുലേഷൻ ചെയ്യാനോ ആണ് വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. നമുക്ക് 3 ജാർ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഒന്നാമത്തെ ജാറിനകത്ത് പഞ്ചസാരയാണ്, രണ്ടാമത്തിനകത്ത് ഉപ്പ്, മൂന്നാമത്തിനകത്ത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ജാറിനകത്തോട്ട് വേണമെങ്കിൽ പഞ്ചസാര ഇടുകയോ എടുക്കുകയോ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. ഷുഗർ ജാർ 1 എന്ന് വെച്ചാൽ ഒന്നാമത്തെ ജാറ് പഞ്ചസാര ഡപ്പയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഷുഗർ എന്ന് കാണിക്കാൻ നമ്മൾ ഇത് എന്തോ ഡപ്പയാന്ന് എന്തോ ഇതിനകത്ത് ഇടുന്നതെന്ന് കാണിക്കാനും. ജാർ 1 എന്ന് വെച്ചാൽ ഈ ജാറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ജാർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് എത്ര പഞ്ചസാര ഉണ്ടോ നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ബാക്കിയല്ല. അപ്പോൾ സോൾട്ട് എടുക്കുവാണെങ്കിൽ രണ്ടാമത്തെ ജാറിനകത്ത് സോൾട്ടാന്ന് അറിയാൻ വേണ്ടിയാണ് സോൾട്ട് ജാർ 2 എന്ന് എഴുതുന്നത്. ജാർ 2 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജാറിനെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ജാർ 2 തുറന്നു നോക്കുവാണെങ്കിൽ നമുക്ക് എത്ര ഉപ്പുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതേപോലെയാണ് നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ വേരിയബിൾസും. അതിനു മുമ്പ് നമുക്ക് ഡേറ്റ ടൈപ്സ് എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ പ്രധാനമായിട്ട് 4 ഡേറ്റ ടൈപ്സ് ആണുള്ളത്. ഇന്റ്, ഫ്ലോട്ട്, ചാർ, വോയിഡ്. ഇന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിജറിനെ കാണിക്കാനാണ് ഇന്റ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഈ ഇന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടെ ഞാൻ പഞ്ചസാര ഡപ്പയാന്ന് അറിയാൻ വേണ്ടി പഞ്ചസാര എഴുതില്ലേ. അപ്പോൾ നമ്മുടെ വേരിയബിളിൽ എന്തോ സൂക്ഷിക്കേണ്ടതെന്ന് അറിയാനാണ് നമ്മൾ ഈ ഡാറ്റ ടൈപ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്റ് എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇൻഡിജർ ആണ്. എന്ന് വെച്ചാൽ നെഗറ്റീവ് വാല്യൂ 0, പോസിറ്റീവ് വാല്യൂസ്, പോയിന്റ് ഉള്ള വാല്യൂസ് ഇതിനകത്ത് പെടത്തില്ല. ഫ്ലോട്ട് എന്ന് വെച്ചാൽ പോയിന്റ് ഉള്ള വാല്യൂസിനെ നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും. എന്ന് വെച്ചാൽ റിയൽ നമ്പേഴ്സ്, നെഗറ്റീവ് വാല്യൂ വരാം, പോയിന്റ് ഉള്ള വാല്യൂസ് വരാം, 0 വരാം, പോസിറ്റീവ് വരാം ഇതിനകത്ത്. ചാർ എന്ന് വെച്ചാൽ നമുക്ക് ക്യാരക്ടറിനെ കാണിക്കാനാണ് ചാർ എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് എ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെ കാണിക്കാൻ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ABCD ഇതൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് ആണ്, അതിനെയാണ് ഈ ചാർ ഉപയോഗിക്കുന്നത്. വോയിഡ് ഒരു പ്രത്യേകതരം ഡാറ്റ ടൈപ്പ് ആണ്. ഇതാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എന്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഒന്നും ഇല്ലെന്ന് കാണിക്കാനാണ് വോയിഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്റ് A. അപ്പോൾ ഇന്റ് എന്ന് പറയുമ്പോൾ ഡാറ്റ ടൈപ്പ് ആണ്. ഈ എക്കകത്ത് എന്തോ വാല്യൂ ആണ് നമ്മൾ സൂക്ഷിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ് ഈ ഇന്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്റ് എന്ന് വെച്ചാൽ ഇൻഡിജർ വാല്യൂ എക്കകത്ത് ഇൻഡിജർ വാല്യൂ ആണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ ഇന്റ് എന്ന് എഴുതുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഷുഗർ ജാർ 1 എന്ന് എഴുതി. അപ്പോൾ ഇതിന് ജാർ 1 ഷുഗർ സൂക്ഷിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതുന്നത്. അതേപോലെ തന്നെയാണ് ഇവിടെയും. അപ്പോൾ ഇന്റ് A എന്ന് ഉദ്ദേശിച്ചാൽ എക്കകത്ത് ഇൻഡിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കാരണം നമ്മളൊരു സെമിക്കോളൻ ഇടുന്നു ആ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞു എന്ന് അറിയാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ ഫ്ലോട്ട് B എന്ന് എഴുതാൻ പറ്റും. B എന്ന് പറഞ്ഞ വേരിയബിളിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫ്ലോട്ട് വാല്യൂ ആണ്. പോയിന്റ് വാല്യൂ അല്ലെങ്കിൽ നെഗറ്റീവ്, 0, പോസിറ്റീവ് വാല്യൂ. ഇൻഡിജറിനകത്ത് പോയിന്റ് ഉള്ള വാല്യൂ വരത്തില്ല. അപ്പോൾ പോയിന്റ് ഉള്ള വാല്യൂസ് അങ്ങനത്തെ റിയൽ നമ്പേഴ്സ് സൂക്ഷിക്കാനുള്ള വേരിയബിൾ ആണ് B. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് ഏത് ഡാറ്റ ടൈപ്പ് എന്ന് കാണിക്കുന്നു. ഇത് വേരിയബിൾ നെയിം, ഇതാണ് നമ്മുടെ വേരിയബിൾ നെയിം. ഇനി ഇനിഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ ഇതാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വേരിയബിളിനകത്തോട്ട് വാല്യൂ അസൈൻ ചെയ്തതിനാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്.
രണ്ട് രീതിയിൽ ഇനിഷ്യലൈസേഷൻ ചെയ്യാൻ പറ്റും. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇൻറ്റ് എ നമ്മുടെ ഡാറ്റ ടൈപ്പ് വേരിയബിൾ നെയിം ഈക്വൽ ടു 1 ഒന്നിൻ്റെ വാല്യൂ ഈ ഒന്നെന്ന വാല്യൂ ആണ് എയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റ് എ എന്നൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. നമ്മുടെ വേരിയബിൾ ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണെന്നറിയും. ഇനി അതിനകത്തോട്ട് നമ്മൾ ഒന്നെന്ന് പറഞ്ഞ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. നമുക്ക് ഇതിനകത്ത് ഇൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡാറ്റ ടൈപ്പാണ്. എ എന്ന് പറയുമ്പോൾ വേരിയബിൾ നെയിമാണ്. ഈ 1 എന്ന് പറയുമ്പോൾ എക്കകത്തുള്ള വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഈ വാല്യൂ മാറ്റാനും പറ്റും. ഈ വാല്യൂവിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും വാല്യൂ ആഡ് ചെയ്യാൻ പറ്റും. ഈ വാല്യൂവിന് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും എപ്പോഴും വേണമെങ്കിലും. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇനി ഇത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ എഴുതി, ഇത് കഴിഞ്ഞിട്ട് എ ഈക്വൽ ടു 10 എന്നിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എയുടെ ഈ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഈ 1 വരെ എക്കകത്ത് 10 ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾസിനെ കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് വേരിയബിൾ നെയിംസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എ എന്ന് പറഞ്ഞ വേരിയബിൾ നെയിമില്ലേ, ഈ വേരിയബിൾ നെയിം എഴുതുന്നതിന് ചില നിയമങ്ങളുണ്ട്. അപ്പോൾ വേരിയബിൾ നെയിംസ് എപ്പോഴും ഒരു ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്യണം. എ ബി സി അങ്ങനത്തെ ഏതെങ്കിലും ആൽഫബറ്റ് വേണേൽ വേരിയബിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സ്പേസ് അലൗഡ് അല്ല. അണ്ടർസ്കോർ ഉപയോഗിക്കാൻ പറ്റും, പക്ഷെ വേറെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. സ്റ്റാർ അതേപോലത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ഉപയോഗിക്കാൻ ഒക്കത്തില്ല. കേസ് സെൻസിറ്റീവ് ആണ് നമ്മുടെ കമ്പൈലർ. എന്ന് വെച്ചാൽ ക്യാപിറ്റൽ എയും എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തു. നമ്മൾ പിന്നെ അതിനെ സ്മോൾ എ കൊണ്ട് ആക്സസ് ചെയ്യാൻ നോക്കുവാണെങ്കിൽ പറ്റത്തില്ല, കാരണം ഇത് കേസ് സെൻസിറ്റീവ് ആണ് നമ്മുടെ കമ്പൈലർ. അപ്പോൾ ക്യാപിറ്റൽ എ വേറെ സ്മോൾ എ വേറെ രണ്ട് വേരിയബിളായിട്ടേ നമ്മുടെ കമ്പൈലർ കാണത്തുള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്പേഴ്സ് ഉപയോഗിക്കാം. A10 A20 അങ്ങനത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റും. കീവേഡ്സ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നമ്മുടെ കമ്പൈലറിന് ചില ഇൻസ്ട്രക്ഷൻ്റെ വേർഡ്സ് ഉണ്ട്, അതിനെ കീവേഡ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഇൻറ്റ് ഒരു കീവേഡാണ്, ഇൻറ്റിജർ ടൈപ്പ് കാണിക്കും. അപ്പോൾ അത് ഈ ഇൻറ്റെന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഇങ്ങനെ ഇൻറ്റെന്ന് പറഞ്ഞ ഈ പേര് നമുക്ക് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അതേപോലെ ഫോർ അങ്ങനെ കുറേ വേരിയബിൾ ഇതുണ്ട്, കീവേഡ്സ് ഉണ്ട്, അതൊന്നും നമുക്ക് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഞാൻ 2-3 ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ നമുക്ക് നോക്കാം. 8 ABC ഇത് തെറ്റാണ്. എപ്പോഴും ഒരു വേരിയബിൾ നെയിം ആൽഫബറ്റ് വേണം തുടങ്ങാനായിട്ട്, നമ്പറിൽ തുടങ്ങാൻ ഒക്കത്തില്ല. അതാണ് ഇത് തെറ്റാണ്. ഇതും തെറ്റാണ്, നമുക്ക് സ്പേസ് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. 4 ഇതും തെറ്റാണ്, കാരണം ഇത് കീവേഡാണ്. മെയിൻ ഇതും തെറ്റാണ്, കാരണം ഇതും കീവേഡാണ്. A1 ഇത് ശരിയാണ്. A_C ഇതും ഉപയോഗിക്കാൻ പറ്റും. സൂപ്പർമാന് ഇതും നമുക്ക് വേരിയബിൾ നെയിമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ വീഡിയോയിൽ ഇത്ര മാത്രം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതെനിക്ക് വളരെ ഉപകാരപ്പെടും. കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.